അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലത്തെ ഇതുപോലത്തെ ഒരു ലോഗോ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാന്ന് തന്നെ പറയാം. കാര്യം ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ ടെക്സ്റ്റ് എഫക്റ്റ്, മലയാളത്തിലുള്ള ഈ ഒരു ഗോൾഡൻ ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടൊരു ലോഗോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ലോഗോൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലവർക്കും ഇത് പല തരത്തിലാണ് യൂസ് ആവുക. ചിലവർക്ക് ഇപ്പോൾ അവരുടെ ടീമിൻ്റെ ലോഗോ, ഈ തമ്പോലത്തിൻ്റെ ടീമിനൊക്കെ ആണെങ്കിൽ അവരുടെ ടീമിൻ്റെ ലോഗോ ആയിട്ടും, ചിലവർക്ക് ഉത്സവത്തിൻ്റെ പോസ്റ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു കാര്യം വരിക. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവ എന്ന് പറയുന്ന സമയത്ത് ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് യൂസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. അതിൻ്റെ പ്രീമിയർ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ ഫീച്ചേഴ്സും അൺലോക്ക് ആയിട്ടുള്ള 1 ഇയർ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 1 മന്തിലേക്ക് ഏകദേശം 499 രൂപ വരും. നമ്മൾ അത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മളത് 100 റുപ്പീസിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ എന്തൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ എടുത്താനുള്ള യൂസ് എന്ന് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോ നിങ്ങൾ കാണാം. നമ്മൾ 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലാക്ക് കളറിൽ എത്ര നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു PNG സെറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു PNG സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുത്ത ഒരു PNG ആണ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് പല ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് മസ്റ്റായിട്ട് കാണാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത വേറൊരു ടൈപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ കാണുന്ന ഈ ഒരു ത്രിശൂല എന്ന് പറയുന്ന ഇത് നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത ഒരു ഇമേജാണ് കേട്ടോ ത്രിശൂല എന്ന് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവയിൽ തന്നെയുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് ഓരോന്നും ഓരോരോ അക്ഷരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, ഇത് ഓരോന്നും ഓരോരോ അക്ഷരങ്ങളാണ്, ഓരോരോ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ബ്ലാക്ക് കളറിൽ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ഗോൾഡൻ ഫോർമാറ്റിലേക്ക് ഈ ഒരു ടെക്സ്റ്റ് മാറ്റുക. കണ്ടോ, ഇപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇത് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ, ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ഗോൾഡൻ ഫോർമാറ്റിലേക്ക് മാറ്റി. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ നേരെ ക്യാൻവയിലേക്ക് തന്നെ വരിക. എന്നിട്ട് 4:5 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഒരു ലോഗോ റെഫറൻസിന് വേണ്ടി ഇവിടെ സൈഡിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ എങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗോൾഡൻ ടെക്സ്റ്റ് ഈ ഒരു ലോഗോൻ്റെ ഇതിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ എലമെൻസും ക്യാൻവയിൽ തന്നെയുള്ള എലമെൻറ്റ്സ് ആണ്. നമ്മൾ വേറെ എവിടെയും പോകേണ്ട, ഗൂഗിളിൽ ക്രോമിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ക്യാൻവയിൽ തന്നെയുള്ള എലമെൻറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഞാനിപ്പോൾ ഗോൾഡൻ റൗണ്ട് ഷീൽഡ് എന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. റൗണ്ട് ഷീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷീൽഡ് വരും. അപ്പോൾ നിങ്ങളുടെ ഡിസൈനിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഷീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വിങ്സ് വെച്ച് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ വിങ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ വിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിങ്സ് വരും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് റെഫറൻസ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് നിങ്ങൾ വിചാരിക്കുന്ന ഡിസൈൻസിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഇതിലുണ്ടാവും. അപ്പോൾ ആ മെറ്റീരിയൽ തപ്പാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അങ്ങനെ ഓരോ മെറ്റീരിയൽസ് തപ്പാം. ഓക്കെ, ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇതിൽ ക്യാൻവയിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ സെർച്ച് ചെയ്ത് തപ്പിയെടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഈ ഒരു റൗണ്ട് ഷീൽഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റും ഈ ഒരു റൗണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു ഗോൾഡൻ എഫക്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗോൾഡൻ റൗണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ബാക്കോട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡൻ എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു വിങ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരെ എലമെൻറ്റ്സിൽ പോവുക, വിങ്സ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, വിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വിങ്സ് ചൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് വിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം വേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എലമെൻറ്റ്സിൽ നിങ്ങൾക്ക് അതുപോലത്തെ വിങ്സ് കിട്ടും.
അപ്പോൾ ഞാൻ ഈ ഒരു വിങ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു എലമെൻസിൻ്റെ സെക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നൊരു വിങ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്ററിന് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ലോഗോന് യൂസ് ചെയ്യുന്ന ഈ ഒരു വിങ്ങാണ്. ഞാൻ ജസ്റ്റ് അത് സൂം ചെയ്ത് വെച്ചു. ഓക്കെ, വലിപ്പം കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എത്രത്തോളം ഇത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ലോഗോ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ഒരു ഗോൾഡൻ ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ വേണ്ട സൈസിലേക്കൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതും അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അത് ടോപ്പിലേക്ക് ഇതേപോലെ കൊണ്ടുവെക്കാം. എന്നിട്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അത് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് സാച്ചുറേഷനിൽ പോവുക, വൈബ്രൻസും എല്ലാ കാര്യങ്ങളും 0ലേക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളർ കിട്ടും. നല്ല ബ്ലാക്ക് ആയിരിക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് പക്കയാവുക. നമുക്ക് ഇതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാം, ഷാർപ്നെസ് കുറയ്ക്കാം, കളർ എഡിറ്റ് പോയിട്ട് ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു പ്യുവർ ബ്ലാക്കിലേക്ക് കിട്ടി. എന്നിട്ട് ഇതും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഈ ഒരു ലെയർ കൊണ്ടുവെക്കുക, അതിൻ്റെ പൊസിഷൻ വന്നിട്ട് ടോപ്പിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ രണ്ട് ബ്ലാക്കിൻ്റെ പൊസിഷന് നമുക്കൊരു 3D പോലെ സെറ്റ് ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പൊസിഷനും നമ്മൾ സെറ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലോഗോന്. അത് ഏറ്റവും നിങ്ങൾക്ക് എപ്പോഴാണോ ബെറ്റർ ആകുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിലെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഗോൾഡൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷനൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം, ഷാർപ്നെസ് ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ക്ലാരിറ്റി ഒന്ന് കൂട്ടിക്കൊടുക്കാം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് ഡൗൺലോഡ് കൊടുത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പല മോഡലിലേക്ക് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റാം. ഇപ്പം ഞാൻ ഈ ഒരു വിങ്സിന് പകരം എനിക്ക് വേറെ വിങ്സ് യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ വിങ്സ് എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, വിങ്സ് എന്ന് സെർച്ച് ചെയ്തു. എന്നിട്ട് വേറൊരു വിങ് ഇവിടെ ചൂസ് ചെയ്യാണ്. അതെനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പല മോഡലിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നാണ് ഈ ഒരു ഐഡിയ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം മറക്കണ്ട. സീ യു സൂൺ ഗൈസ്.